ഹലോ. അപ്പോൾ നമ്മുടെ ഫ്രീ ക്ലാസ്സിൻ്റെ ഫസ്റ്റ് ക്ലാസ്സാണ് ബേബി ബയോഗ്രഫി ക്ലാസ്. അപ്പോൾ ബേബി ബയോഗ്രഫി ക്ലാസ്സിന് മെയിനായിട്ട് രണ്ട് ആപ്സാണ് വേണ്ടത്. ഒന്ന് ക്യാൻവയും ഒന്ന് പിൻട്രസ്റ്റുമാണ് വേണ്ടത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പിൻട്രസ്റ്റ് ഓപ്പൺ ചെയ്ത് പിൻട്രസ്റ്റ് ഓപ്പൺ ആയാൽ ഇങ്ങനൊരു പേജ് കാണും. അപ്പോൾ നമ്മൾ സെർച്ച് ബട്ടൺ എടുത്ത് അതിൽ നിന്ന് ബേബി ബയോഗ്രഫി പിങ്ക് ബാക്ക്ഗ്രൗണ്ട്, ഇപ്പോൾ ഞാനൊരു ഗേളിൻ്റെതാണ് ചെയ്യുന്നത്, അതുകൊണ്ട് നമ്മൾ ബേബി ബയോഗ്രഫി പിങ്ക് ബാക്ക്ഗ്രൗണ്ട് എന്ന് അടിച്ച് നോക്കിയപ്പോൾ ഒരുപാട് ബാക്ക്ഗ്രൗണ്ട്സ് നമുക്ക് വന്നു. അതിൽ നമുക്ക് ഏത് ബാക്ക്ഗ്രൗണ്ടാണോ വേണ്ടത് ആ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. ഞാൻ പ്ലെയിൻ ആയിട്ടുള്ളൊരു ബാക്ക്ഗ്രൗണ്ടാണ് എടുക്കുന്നത്. അധികം വർക്ക്സ് ഒന്നും ഇല്ലാത്ത ഒരു ബാക്ക്ഗ്രൗണ്ടാണ് ഞാൻ എടുക്കുന്നത്. ഈ ഒരു ബാക്ക്ഗ്രൗണ്ടാണ് ഞാൻ എടുക്കുന്നത്. അതിൻ്റെ താഴെ ഒരുപാടുണ്ട്. അപ്പോൾ നമ്മൾ ഇത് ഡൗൺലോഡ് ചെയ്ത് കൊടുക്കുക. മേലെ 3 ഡോട്ട് കാണും. ആ ഡോട്ടിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് വേണ്ടത് ക്യാൻവ ആണ്. ക്യാൻവ ഓപ്പൺ ചെയ്ത് വന്ന ശേഷം ഇങ്ങനൊരു പേജ് കാണാം. താഴെയുള്ള ആ ഒരു പ്ലസ് ചിഹ്നം, ഒരു ബ്ലൂവിൽ വൈറ്റ് പ്ലസ് ആയിട്ടുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കസ്റ്റം സൈസ് എന്നുള്ള ഒരു ഓപ്ഷനും വരും, സെർച്ച് എന്നുള്ള ഓപ്ഷനും വരും. അപ്പോൾ സെർച്ചിൽ A4 ഡോക്യുമെൻ്റ് എന്ന് നമുക്ക് സെർച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ A4 ഡോക്യുമെൻറ്റ് പോർട്രേറ്റ് ആണ് നമ്മൾ എടുക്കുക. A4 പോർട്രേറ്റ് വരും, ലാൻഡ്സ്കേപ്പ് വരും. ലാൻഡ്സ്കേപ്പ് എന്ന് പറഞ്ഞാൽ ചെരിഞ്ഞ ടൈപ്പിലുള്ളതാണ്. അപ്പോൾ നമ്മൾ ഡോക്യുമെൻറ്റ് A4 പോർട്രേറ്റ് എന്നുള്ള ആ ഒരു ഇതാണ് എടുക്കുക. അപ്പോൾ നമുക്ക് ന്യൂ പേജ് ഇതുപോലെ വരും. ഇതുപോലെ വന്നു കഴിഞ്ഞാൽ പേജിൻ്റെ താഴെ തന്നെ ഡിസൈന്, എലമെൻറ്റ്സ്, ടെക്സ്റ്റ്, ഗാലറി, ബ്രാൻഡ്, അപ്ലോഡ്സ്, ഡ്രോ, പ്രൊജക്റ്റ്, ആപ്സ്, അങ്ങനെയൊക്കെ ഒരുപാട് ഓപ്ഷൻസ് വരുന്നുണ്ട്. അതിൽ ഫസ്റ്റ് നമ്മൾ എടുക്കേണ്ടത് ഗാലറിയാണ്. ഗാലറി എടുത്ത് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ച ഫോട്ടോ ഉണ്ടല്ലോ, ആ ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കുക. പേജിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ കംപ്ലീറ്റ് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ഫിക്സ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഓരോ കോർണേഴ്സ് പിടിച്ചിട്ട് താഴേക്ക് വലിക്കുമ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു പേജിൽ കറക്റ്റായിട്ട് ഫിറ്റായിട്ട് നിൽക്കണേ. അങ്ങനെ ഫിറ്റാക്കിയതിന് ശേഷം ഇനിയാണ് നമ്മൾ ഇതിൽ ഫോട്ടോസ് ആഡ് ചെയ്യലും എലമെൻറ്റ്സ് ആഡ് ചെയ്യലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പാരൻസിൻ്റെയും കൊച്ചിൻ്റെയും അതിൻ്റെ സിബ്ലിങ്സിൻ്റെയും ഫോട്ടോസ് ആഡ് ചെയ്യുന്നുണ്ട്. ചൂസ് ചെയ്തതിന് ശേഷം നമ്മൾ അത് ആഡ് പേജ് ചെയ്യുമ്പോൾ ഇങ്ങനെ 3 ഫോട്ടോസായിട്ട് വരുന്നുണ്ട്. താഴേക്കായിട്ട് 3 ഫോട്ടോ വരുന്നുണ്ട്. സിബ്ലിങ്സിൻ്റെ ഫോട്ടോസും വരും. ഇനി എലമെൻറ്റ്സ് എടുക്കുക. നമ്മൾ എലമെൻറ്റ്സ് എടുത്തിട്ട് ഫ്രെയിം എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഫ്രെയിം എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നമ്മളിപ്പോൾ എടുക്കുന്ന ഫ്രെയിമിന് മലയും കുന്നും അങ്ങനത്തെ ഒരു ഓപ്ഷന് വരും. പല ഷേപ്പിലുള്ളതും വന്നിട്ടുണ്ട്. ഞാൻ ഫ്ലവർ പോലത്തെ ആണ് എടുക്കുന്നത്. അത് തന്നെ ഡബിളാക്കി കൊടുക്കുക, 3 എണ്ണാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഓരോന്നിനും ഓരോ ഫോട്ടോസ് വീതം നമുക്ക് അറേഞ്ച് ചെയ്യണം. ഫസ്റ്റ് ഒരു ഫോട്ടോ എടുത്ത് നമ്മൾ ആ ഫ്രെയിമിൻ്റെ മേലെ കൊണ്ടുവന്ന് വെക്കുമ്പോൾ ആ ഫ്രെയിമിൻ്റെ ഉള്ളിലേക്ക് പോകും. ആക്കിയത് ഞാൻ സൈഡിലേക്ക് വെച്ചിട്ട് എല്ലാ ഫോട്ടോസും കാണിക്കുന്നുണ്ട്. ഇങ്ങനെ സൈഡിൽ മേലേക്ക് ഇങ്ങനെ അതിൻ്റെ മേലേക്ക് നമ്മൾ ഇപ്പോൾ എലമെൻറ്റ്സ് പോയിട്ട് എടുത്ത ആ ഫ്രെയിമിൻ്റെ ഉള്ളിലേക്ക് ആക്കുമ്പോൾ അത് ആവുന്നുണ്ട്. അപ്പോൾ ഫോട്ടോ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ആ ഫോട്ടോമേ ഡബിൾ ടിക്ക് ചെയ്ത് അത് സൂം ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഹെഡിൻ്റെ സൈസ് മാത്രം കാണണമെങ്കിൽ അത്രയും ആക്കാം. അങ്ങനെയുള്ള നിങ്ങൾക്ക് എന്താണോ വേണ്ട അതുപോലെ ചെയ്യാം. ഇനി നമുക്ക് ഇത് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ബേബീൻ്റെ മേലെ വെക്കുക. അതിൻ്റെ താഴെ അറേഞ്ച് ചെയ്തിട്ട് സിബ്ലിങ്സിൻ്റെതും പാരൻസിൻ്റെതും കൊടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെത്തേഡിൽ നിങ്ങൾക്ക് ഫോട്ടോസ് അറേഞ്ച് ചെയ്യാം. ഞാനൊരു മോഡൽ കാണിച്ചു തരുന്നു എന്നുള്ളൂ. ഈ ഒരു മെത്തേഡിലാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് എലമെൻറ്റ്സ് എടുക്കാം. അതിൽ കലണ്ടർ ഐക്കൺ നമുക്ക് എടുക്കാം. കലണ്ടർ ഐക്കണിൽ ക്രൗൺ സിമ്പിൾ ഇല്ലാത്ത ഒരു കലണ്ടർ നമുക്ക് എടുത്ത് നമുക്ക് വേണ്ട സൈസിൽ അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഞാൻ മേലെ 4 ഐക്കൺസും താഴെ 3 ഐക്കൺസും വരുന്ന രീതിയിലാണ് സെറ്റ് ചെയ്യുന്നത്. ദെൻ താഴെ
ബ്ലാക്ക് റെഡ് വൈറ്റ് കണ്ടതിൽ ആ റെഡ് ക്ലിക്ക് ചെയ്തിട്ട് ഞാനൊരു പിങ്ക് കൊടുക്കുന്നുണ്ട്. കാരണം നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് പിങ്ക് ആയതുകൊണ്ട് പിങ്ക് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇനിയിപ്പോൾ അത് റെഡിൽ തന്നെ വേണമെങ്കിൽ അങ്ങനെ ആക്കാം. ഇപ്പം ഞാനൊരു ലൈറ്റ് പിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇനി വീണ്ടും എലമെൻറ്റ്സ് എടുക്കുക. എലമെൻറ്റ്സ് എടുത്ത് ക്ലോക്ക് ഐക്കൺ കൊടുക്കുക. അപ്പോൾ അതിൽ ഒരു നല്ലൊരു ക്രൗണ്ട് ചിത്രമില്ലാത്ത ഒരു ക്ലോക്ക് എടുത്ത് സൈസ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സൈസ് സെറ്റ് ചെയ്തതിന് ശേഷം നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ കളർ ചേഞ്ച് കൊടുക്കുക. നമുക്ക് ഈ 3 കളേഴ്സിൽ ഏത് കളറാണോ ചേഞ്ച് വേണ്ടത് ആ കളറ് നമ്മൾ കൊടുക്കുക. ഞാൻ ഇപ്പോൾ റെഡ് പിങ്ക് ആക്കുകയാണ് ചെയ്തത്. ഇനി എലമെൻറ്റ്സ് എടുത്തതിന് ശേഷം ബ്ലഡ് ഡ്രോപ്സ് രക്തത്തുള്ളികൾ എന്നുള്ളതിൽ ഒരു ഡ്രോപ്പിൻ്റെ ഒരു സിമ്പിളെടുത്ത് അതും പിങ്ക് കളറാക്കി കൊടുത്ത് അതും ഈ ഒരു റോയിൽ ചെറുതാക്കി സെറ്റാക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ നിങ്ങൾക്ക് അറേഞ്ച് ചെയ്യാം. ഞാൻ ഈ ഒരു മെത്തേഡിലാണ് അറേഞ്ച് ചെയ്യുന്നത്. കലണ്ടർ, ക്ലോക്ക്, ബ്ലഡ് ഡ്രോപ്സ് ആൻഡ് ഡോക്ടർ സിമ്പിളായിട്ടുള്ള ടെലസ്കോപ്പ് അങ്ങനെയാണ് കൊടുക്കുന്നത്. ഞാൻ എലമെൻറ്റ്സിൽ ഡോക്ടർ ഐക്കണിന് ഡോക്ടർ അടിച്ചപ്പോൾ തന്നെ ടെലസ്കോപ്പും കുറച്ച് ഡോക്ടർ സിമ്പിളൊക്കെ വന്നു. അതിൽ ഞാൻ ടെലസ്കോപ്പാണ് എടുത്തിട്ടുള്ളത്. അതും ബ്ലാക്കിൽ നിന്ന് പിങ്ക് കളർ ആക്കി കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ബ്ലൂ ആണ് വേണ്ടെങ്കിൽ അത് ബ്ലൂ കൊടുക്കാം. നിങ്ങൾക്ക് ഏത് കളറാണോ വേണ്ടത് അത് കൊടുക്കാം കേട്ടോ. അതും ഇതുപോലെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എലമെൻറ്റ്സിൽ തന്നെ വെയ്റ്റ് സ്കെയില് ഒന്ന് കൊടുക്കാം. വെയ്റ്റിംഗ് മെഷീൻ്റെ സിമ്പിൾ വരും. അപ്പോൾ ബേബീസിനൊക്കെ വെയിറ്റ് നോക്കുന്ന ഒരു സിമ്പിളാണ് ഈ മെഷീനാണ് ഈ മെഷീന്. അപ്പോൾ അത് ബ്ലാക്ക് ആയിരുന്നു, അതും പിങ്ക് ആക്കി കൊടുത്തിട്ടുണ്ട്. ഈ മെഷീന് നമുക്ക് താഴെ ഒരു ചെറിയ സൈസിൽ കൊടുക്കാം. നമ്മൾ എഴുതാനുള്ള സ്പേസ് വിട്ടിട്ട് വേണം കേട്ടോ. ഇതിൻ്റെ ഒക്കെ അടിയിൽ എഴുതാനുള്ള സ്പേസ് വിട്ടിട്ട് വേണം നമുക്ക് ഇതൊക്കെ കൊടുക്കാൻ. ഇനി നമ്മൾ വീണ്ടും എലമെൻറ്റിൽ പോയിട്ട് ഹൈറ്റിൻ്റെ സ്കെയിൽ നോർമൽ സ്കെയിലിൻ്റെ ഒരു മെഷർമെൻറ്റിൽ നമുക്ക് എടുക്കാം. ഹൈറ്റ് സ്കെയിലിൽ നിന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മെഷർമെൻറ്റിൽ വരും. ഗ്രാഫിക്സിൽ വന്നിരിക്കുന്ന ഒരു ഓറഞ്ച് സ്കെയിലാണ് വന്നിട്ടുള്ളത്. അതാണ് ഞാൻ എടുക്കുന്നത്. അതെടുത്ത് ഓറഞ്ച് പിങ്ക് ആക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ സൈസ് ചെറുതാക്കിയിട്ട് സെൻറ്ററിൽ ഗ്യാപ്പ് വിട്ടിട്ടാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. സെൻറ്ററിൽ ഹോസ്പിറ്റൽ ഐക്കണാണ് വരുന്നത്. അത് എലമെൻറ്റ്സിൽ പോയിട്ട് ഇതുപോലെ തന്നെ ഹോസ്പിറ്റൽ ഐക്കണിന് അടിച്ചു കൊടുത്താൽ ഹോസ്പിറ്റലിൻ്റെ ഐക്കൺ വരും. അപ്പോൾ നമ്മളത് ഒന്നെങ്കിൽ ആ പ്ലസ് ചിഹ്നം വെച്ച് കൊടുക്കാം, അല്ലെങ്കിൽ ഇതുപോലത്തെ ഇത് വെച്ച് കൊടുക്കാം. നിങ്ങൾക്ക് സ്റ്റാർ കുട്ടീൻ്റെ നക്ഷത്രമൊക്കെ വെക്കണം എന്നുള്ളവരാണെങ്കിൽ അതും കൂടെ നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഈ 3 വെച്ച് കൊടുത്തു, ആ സ്റ്റാറിൻ്റെ സിമ്പിൾ അല്ലെങ്കിൽ അതിന് പകരം മൂണിൻ്റെ സിമ്പിൾ അങ്ങനെയൊക്കെ വെച്ച് കൊടുത്താൽ അതും ചെയ്യാൻ പറ്റും. ഹോസ്പിറ്റൽ കളറും പിങ്കിലേക്ക് ചേഞ്ച് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് റൈറ്റിങ്സ് ആണ് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ ടെസ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഫസ്റ്റ് ഞാൻ എടുക്കുന്നത് താഴേക്ക് പോയാൽ കുറച്ച് മോഡൽസ് കാണാം. അതിൽ ആർട്ടിമിസ് ആൻഡ് സൺസ് എന്നുള്ള ആ ഒരു ഫോണ്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് നമ്മൾ അവർ ലിറ്റിൽ ഗേൾ എന്നും ആൻഡ് സൺ എന്നുള്ള ഒരു അൺഗ്രൂപ്പ് കൊടുക്കണേ. ഇത് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ അൺഗ്രൂപ്പ് കൊടുത്താലാണ് സെപ്പറേറ്റ് ആയി കിട്ടുമോ, അല്ലെങ്കിൽ ഗ്രൂപ്പായിട്ട് കിടക്കുന്നതുകൊണ്ട് അത് ഒപ്പേ വരുള്ളൂ. 2 ഓപ്ഷൻസും ഒപ്പേ വരും. അപ്പോൾ ഇതിൽ ഞാൻ കൊടുക്കുന്നത് അവർ ലിറ്റിൽ ഗേൾ എന്നാണ് കൊടുക്കുന്നത്. അത് ഏഞ്ചൽ എന്നാണ് ഫസ്റ്റ് ഉദ്ദേശിച്ചത്, പക്ഷേ മേ ബി ഗേൾ എന്നാണ് കൊടുത്തിട്ടുള്ളത്. അതിന് താഴെ ആളെ പേര് സന്ന മെഹക്ക്. ഫസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ അൺഗ്രൂപ്പ് ചെയ്യാത്തതുകൊണ്ടാണ് ഇതിങ്ങനെ. അൺഗ്രൂപ്പ് ചെയ്താൽ സെപ്പറേറ്റ് വരും. ഇനി ഇതിൽ മേലെ അവർ ലിറ്റിൽ ഗേൾ എന്ന് കൊടുത്തു, സൈഡിൽ മെഹക്ക് മോളെ പേരിൻ്റെ ഒരു പേര് കൊടുത്തു, പിന്നെ ഒരു പേര് ഇപ്പുറത്തെ സൈഡിലും. ആളെ പേര് സന്ന മെഹക്ക് എന്നാണ്, അതുകൊണ്ട് നമ്മൾ അങ്ങനെ കൊടുത്തത്. ദെൻ ഇനി വേറൊരു ഇതും കൂടി എടുത്തിട്ടുണ്ട്. അതും ഇതുപോലെ ഗ്രൂപ്പായത് നമ്മൾ അൺഗ്രൂപ്പ് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ താഴെ ഉള്ളതിൽ പ്രൗഡ് പാരൻസ് എന്നോ അല്ലെങ്കിൽ ഡാഡ ഓർ മമ്മ എന്നോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കാം. മറ്റടുത്ത് ഞാൻ മൈ സ്വീറ്റ് സിബ്ലിങ്സ് എന്നോ അല്ലെങ്കിൽ ഞാൻ ഇതിൽ കാക്കു ആൻഡ് ദീദി എന്നോ കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഞാൻ ഡാഡ ആൻഡ് മമ്മ എന്നാക്കുന്നുണ്ട്. പ്രൗഡ് പാരൻസിൻ്റെ അവിടെ
മമ്മ ആൻഡ് ഡാഡ എന്നാക്കുന്നുണ്ട്. ഇനി സിബ്ലിങ്സിൻ്റെ പേര്